السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള പാരായണമാണ്, അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ കാലത്തുണ്ടായ ജനങ്ങളോട് പറഞ്ഞൊരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് വിനയാന്യതരായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഫബദ്ദലല്ലദീന ളലമൂ, അക്രമികളായ ആൾക്കാർ പകരമാക്കി. എന്ത്? ഗൈറല്ലദീ ഖീല ലഹും, അവരോട് കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ടല്ലാത്ത വാക്ക് പകരം ഉപയോഗിച്ചു. അപ്പോ അവരോട് പറഞ്ഞു ഹിത്തത്തുൻ ഔസുറിലക്കും എന്ന വാക്ക് പറയണമെന്ന്. അവരെന്ത് പറഞ്ഞു? ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ, ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ എന്ന് അതിന് പകരമാകുന്ന ഒരു വാക്ക് അല്ലാഹു പശ്ചാത്താപം ചെയ്ത് കിട്ടണമെന്ന് പറയുന്നതിന് പകരം ഒരു വട്ടി അത്തിപ്പഴം എന്ന രീതിയിൽ ഗോതമ്പ് വാക്കുകൾ, അത് അവർ പറഞ്ഞു. ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ എന്നുള്ള വാക്ക് അവരുദ്ദേശിച്ചു, അവർ ബദലാക്കി, പകരമാക്കി, ധിക്കാരപരമായി പറഞ്ഞു. അത് കാരണത്താൽ എന്ത് ചെയ്തു? ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. അവർ ധിക്കാരം കാണിച്ചത് കാരണം നാം അവരുടെ മേൽ ആകാശത്ത് നിന്നും ശിക്ഷ ഇറക്കി. അവരോട് പറഞ്ഞതെന്തോ അതിന് ധിക്കാരപരമായ പ്രവർത്തനമായി അവർ ചെയ്തപ്പോൾ ആകാശത്തു നിന്നുമുള്ള ശിക്ഷയെ അല്ലാഹു അവർക്ക് ഇറക്കി കൊടുത്തു. എന്താ ഇറക്കിയതെന്നല്ലേ? ബിസബബി ഫിസ്ഖിഹിം ഐ ഖുറൂജിഹിം അനി ത്വാഅതി, വഴിപാടിൽ നിന്ന് അവർ പുറപ്പെട്ട കാരണം കൊണ്ട് അല്ലാഹു ശിക്ഷയ്ക്ക് ഫഹലക മിൻഹും ഫി സഅത്തിൻ, ഒരു മണിക്കൂറിൽ 70,000 70,000 പേരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ധിക്കാരപരമായ പ്രവർത്തനം അവരുകൾ ചെയ്തപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ആകാശത്തു നിന്നുമുള്ള ശിക്ഷ അവർക്ക് ഇറക്കി കൊടുത്തു. അവരെ നശിപ്പിച്ചു. ഒരു മണിക്കൂർ കൊണ്ട് 70,000 പേരെ അല്ലാഹു കൊന്നു. നോക്കുക, അല്ലാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾ അവരോട് പറഞ്ഞതിന് നേരെ വിരുദ്ധമായി അവർ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണിത്. വഇദ് ഇസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനാ ഇദ്രിബ് ബിഅസാകൽ ഹജറ ഫൻഫജറത് മിൻഹു 12 ഐനൻ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ. വഇദ് ഇസ്തസ്ഖാ മൂസാ ത്വലബ സുഖിയ, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ചത് ഓർക്കുക നബിയെ നിങ്ങൾ. അവർക്ക് ക്ഷാമം പുറപ്പെട്ടു, വെള്ളം കിട്ടാതെ. വഖദ് അത്തശൂ ഫി തീഹ് എന്ന് പറഞ്ഞ പ്രദേശത്തിൽ എന്ത് ചെയ്തു? അവർ ദാഹം കൊണ്ട് ബുദ്ധിമുട്ടി, വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല.
വെള്ളം കിട്ടാതിരുന്നാൽ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ജീവികളെ സംബന്ധിച്ചിടത്തോളം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവൂലേ? അങ്ങനെ വെള്ളം ബുദ്ധിമുട്ടി അവർക്ക് കിട്ടാതായപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് വെള്ളത്തിന് അപേക്ഷിച്ചു. മഴ വർഷിപ്പിക്കണം, വെള്ളം വേണം എന്നൊരു അപേക്ഷ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് എന്തു പറഞ്ഞു? ഫഖുൽന ഇദ്രിബ് ബിഅസാക്കൽ ഹജർ. മൂസാ നബിയോട് അള്ളാഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട്, മുഅ്ജിസത്തിന്റെ അമാനുഷികതയുടെ വടി മൂസാ നബിയുടെ കയ്യിലുണ്ട്, ആ വടി കൊണ്ട് നിങ്ങൾ അടിക്കുക. എവിടെ? അൽ ഹജറ, നിങ്ങളുടെ വടി കൊണ്ട് പാറക്കല്ലിന് അടിക്കുക. ആ പാറക്കല്ലിന് അടിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിനെ അടിച്ചു. ഒരു വടി, അതിൽ തുണി ചുറ്റിയിട്ടുണ്ട്. മനുഷ്യന്റെ തല പോലെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തുണി ചുറ്റിയ ഒരു വടി. ആ വടി കൊണ്ടടിച്ചു. അങ്ങനെ ഫൻഫജറത്ത് ഇൻഷഖത്ത് വസാലത്ത് മിൻഹു ഇദ്നതാ അശറത ഐനൻ. ആ വടി കൊണ്ട് അടിച്ചപ്പോൾ 12 ഉറവകൾ അതിൽ നിന്ന് പൊട്ടിയൊലിച്ചു. അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. ഒരടി കൊണ്ട് ആ പാറ ചിഹ്നം തുന്നം പൊട്ടി 12 ഉറവകൾ അതിൽ നിന്ന് പൊട്ടിയൊലിച്ചു. ബി അദദിൽ അസ്ബാത്തി, ഓരോ ഗോത്രക്കാരുടെയും കണക്കനുസരിച്ച്, എണ്ണമനുസരിച്ച് ഓരോ ഗോത്രക്കാർക്കും ഓരോ വിഭാഗവും തങ്ങൾക്ക് ഉള്ള ആ എണ്ണമനുസരിച്ചാണ് ആ ഉറവ പൊട്ടിയൊലിച്ചത്. ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും, ജനങ്ങൾ ഓരോ വിഭാഗവും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥാനം അവർ മനസ്സിലാക്കി. 12 ഗോത്രങ്ങൾ, 12 വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അവർ ഓരോരുത്തരും അവർക്ക് എവിടെ ഏത് ഉറവയിൽ നിന്നാണ് കുടിക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അവർ അതിൽ നിന്ന് എടുത്തു കുടിക്കും. മറ്റുള്ളവരുടെ ഭാഗങ്ങളിലേക്ക് അവർ പോകുകയുമില്ല. അത് അലിമ കുല്ലു ഉനാസിൻ സബത്തും മിൻഹും മശ്റബഹും മൗദിഉ ശുർബിഹിം, അവർ കുടിക്കേണ്ട സ്ഥാനം ഫലാ യുശ്രിക്കുഹും ഫീഹി ഗൈറുഹും, ആ ഓരോരുത്തർക്കുമുള്ള ഉറവയിൽ നിന്ന് മറ്റാരും പങ്കാളികളാകില്ല. അതിൽ നിന്ന് ആരും എടുക്കൂല. അവരവർക്കുള്ള മാത്രമേ അവരെടുക്കൂ. അങ്ങനെ 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. അങ്ങനെ അവര് അതിൽ നിന്ന് യഥേഷ്ടം വെള്ളം കുടിച്ചു. കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. അല്ലാഹു അവരോട് പറഞ്ഞു, എന്ത്? ആഹാരത്തിൽ നിന്ന്, നാം നിങ്ങൾക്ക് നൽകിയ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വശ്റബൂ മിൻ റിസ്ഖില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പാനീയങ്ങളിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ നാശകാരികളായ കുഴപ്പക്കാരാകരുത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുക, അവൻ നൽകിയിരിക്കുന്ന വെള്ളവും നിങ്ങൾ കുടിക്കുക. പക്ഷേ ഭൂമിയിൽ നാശകാരികളായ കുഴപ്പക്കാരായിട്ട് നിങ്ങൾ മാറരുത്. അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്നവരായിട്ട്, അള്ളാഹു കൽപ്പിക്കുന്നതിന് നേരെ വിപരീതം ചെയ്യുന്നവരായിട്ട്, അവൻ പറഞ്ഞ വാക്കുകൾക്ക് എതിർ പ്രവർത്തിക്കുന്നവരായിട്ട് ഈ ഭൂമിയിൽ നിങ്ങളായി പോകരുത്. ഈ തടാകം, ഈ പാറ പൊട്ടി ഒലിച്ച വെള്ളം അതെവിടെ ഉള്ളത്? സൂയസ്
നഗരത്തിന് സമീപം ഐന് മൂസ എന്ന പേരിൽ ഒരു പാറ കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നതും കാണാം. സൂയസ് കനാലിന് നഗരത്തിന് സമീപം ഐന് മൂസ. ഈ ചരിത്രങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇന്നും അത്തരം ചരിത്രങ്ങൾ നിൽക്കുന്നുണ്ട്. പിൽക്കാലത്ത് വരുന്ന ജനസമൂഹത്തിന് ഇതൊക്കെ ഓർമ്മ കിട്ടുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങൾ അവശേഷിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഫറോവ ഇന്നും ഈജിപ്തിൽ സൂക്ഷിച്ച് മ്യൂസിയത്തിലായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫറോവയുടെ ശരീരം നശിച്ചു പോകാത്ത നിലയിൽ. അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. ഏകത്വത്തിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്തവർ, അല്ല ഇല്ല, അല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നവർ പോലും ചില സമയങ്ങളിൽ ദൈവത്തിന്റെ വിശ്വാസത്തിൽ വരും, ചില സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുകയും ഉത്ബുദ്ധരാകുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാകണം എന്ന് ഇത്തരണത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. പോലും അമറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരുടെ ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലുള്ള വാതിലുകൾ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സന്തോഷകരമായി ഖൈറായ രീതിയിൽ ജീവിക്കുവാനും നല്ല ദിവസത്തിൽ, നല്ല സ്ഥലത്ത് വെച്ച്, നല്ല സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.